വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ബിരുദ ഗ്രേഡ് കാർഡും പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് പലരും ചോദിച്ചിരുന്നു. ഓഫ് കോഴ്സ് അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുക എന്നത് തന്നെയാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് നമുക്ക് 3 രീതിയിൽ അപ്ലൈ ചെയ്യാം. ഒന്നാമത്തത് ഗ്രാജുവേഷൻ സെറമണിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുമ്പോൾ ആ വഴി അപ്ലൈ ചെയ്യാം. ദെൻ ഓർഡിനറി വഴി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. ദെൻ എമർജൻസി രീതിയിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാം. കഴിഞ്ഞ 2 കൊല്ലമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ സെറമണി വെച്ചിരുന്നു. ഇക്കൊല്ലം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഗ്രാജുവേഷൻ സെറമണിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ആ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ കോട്ടും ഗൗണും അങ്ങനെയുള്ള കുറച്ച് ആഡംബരം വരുമ്പോൾ പൈസ കൂടുതലായിരിക്കും. മിനിമം 2000-ന് മേലെ ആവാനാണ് സാധ്യത. ദെൻ ഓർഡിനറി വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അത്ര പൈസ ആവില്ല. അതുപോലെ തന്നെ എമർജൻസി ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴും ഗ്രാജുവേഷൻ സെറമണിയുടെ അത്രയ്ക്ക് പൈസ വരില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഓർഡിനറി ആണെങ്കിലും എമർജൻസി ആണെങ്കിലും സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എത്ര പൈസ വരും എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് തന്നെ ഓർഡിനറി ആയിട്ടും എമർജൻസി ആയിട്ടും വീട്ടിലിരുന്ന് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ് ഓൺലൈനായിട്ട്. താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയൊക്കെ ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. അത്ര വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ സർവീസ് ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ആ കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഡിഗ്രി ഗ്രേഡ് കാർഡും പ്രൊവിഷൻ സർട്ടിഫിക്കറ്റും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുക എന്ന് തന്നെയാണ്. ഇക്കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.